കുഞ്ഞാലിക്ക് ശേഷം, അതായത് സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനൊരു ആവേശം നിലമ്പൂർ ജനതയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ വഴിത്താരകളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? കുഞ്ഞാലിക്ക് ശേഷവും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി ആയിരങ്ങളുടെ ഭൂരിപക്ഷം ഇവിടെ നേടിയിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇടതുമുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ആവേശത്തിൻ്റെ ഒരു ഘടകമാണ്. എന്നാൽ ഈ ലഭിക്കുന്ന പിന്തുണ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്കുള്ള പിന്തുണയാണ്. ആ നിലയിലാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. അതായത് വരുന്ന ഓരോ വഴിത്താരകളിലും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനാവുന്നുണ്ട്. ആവേശം, ആത്മവിശ്വാസം കൂടിയോ? തീർച്ചയായും ഓരോ ദിവസം കഴിയും തോറും ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന, അത് ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന അനുഭവമാണ്. ഈ ദിവസം ഇന്നിപ്പോൾ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. ഇന്നത് കൂടുതൽ പ്രകടമാവുന്നു എന്നേ ഉള്ളൂ. പലതരത്തിലുള്ള വ്യക്തി ഹത്യകളൊക്കെ നടന്ന ഒരു സമയം കൂടിയായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഒരു കടന്നുപോക്ക്. രാഷ്ട്രീയം പറയാൻ, നാടിൻ്റെ വികസന കാര്യങ്ങൾ പറയാൻ കെൽപ്പില്ലാതാവുമ്പോൾ ഏത് ദുർബലരും സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യമാണ് വ്യക്തിഹത്യ, അധിക്ഷേപം, വർഗീയ ധ്രുവീകരണ നീക്കം, ഇതൊക്കെ. പക്ഷേ ആധുനിക കാലത്ത് രാഷ്ട്രീയത്തിൽ അതിനൊന്നും ഒരു ഇടവുമില്ല. ഇനിയെങ്കിലും UDF-ൻ്റെ നേതൃത്വം ജനാധിപത്യ മര്യാദകൾ പാലിക്കാനും ഒരു തെരഞ്ഞെടുപ്പിനെ വികസന ചർച്ചകളുടെയും ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന്റെയും ഇടമായി LDF-ന്റെ കയ്യിലുള്ള 35% വോട്ട് ഞാൻ എടുക്കുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അതുകൂടി ചോദിക്കാം. അതായത് കയ്യിലുള്ള 35% വോട്ട് താനിങ് എടുക്കുമെന്ന് PV അൻവർ പറയുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? സ്വപ്നം കാണാൻ അദ്ദേഹത്തിനുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതൊന്നും ഒരു കുറ്റകൃത്യമായി സമൂഹം കാണുന്നുമില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു മറുപടിയും പറയാൻ നിന്നിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെയുള്ള സ്ഥാനാർത്ഥി സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നാടിൻ്റെയും ജനങ്ങളുടെയും വികസനക്ഷേമ വിഷയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവഗണിക്കേണ്ടതിനെ അവഗണിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോവുക. ആ മറുപടി കൃത്യമാണ് സുജയ. അതായത് അവഗണിക്കേണ്ടതിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ ഉടനീളം, അതായത് അദ്ദേഹത്തിന്റെ പര്യടനത്തിനുടനീളം ഈ കഴിഞ്ഞ 22 ദിവസവും ഉണ്ടായിരുന്നതുമാണ്. ആ സമയത്തൊന്നും വികസന കാര്യങ്ങളല്ലാത്തതൊന്നും സംസാരിക്കാൻ ഇടത് സ്ഥാനാർത്ഥി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹം ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഈ വികസനവും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ കൊടുത്തത്, ലൈഫ് ഭവന പദ്ധതി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പൂർണ്ണമായും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.